Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഈ ഒരു ബണ്ണ് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന ബണ്ണ് പോലെ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ബണ്ണ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചൂടുള്ള പാലെടുത്താലും മതി. ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂട് കൂടി പോകരുത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് കുതിർക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചൂടാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ മൈദയിലേക്ക് നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഈ മൈദയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൊത്തത്തിൽ ഈ അളവിലേക്ക് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ പാല് വേണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ അളവ് ഒരു 1/4 കപ്പ് ആക്കിയിട്ട് ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കൈകൊണ്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മൈദപ്പൊടി കുറച്ചൊന്ന് വിതറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നല്ല ഡബിളായിട്ട് വരണം. അപ്പോൾ ഞാനിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെയൊക്കെ ശരിയായിട്ട് വരും. ഇപ്പോൾ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ബണ്ണിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഓരോ ബോളും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ എള്ളിലേക്ക് ഇത് ഒന്ന് മുക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല് ബ്രഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളം ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ എള്ളൊന്നും ഇതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ എള്ളൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് റോൾ ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് റോൾ ചെയ്താൽ മതി.
അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് നൈസ് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിലാണ് വേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയിട്ടൊക്കെ എടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് ബണ്ണാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ഇത് പരത്തുമ്പോൾ ഒരുപാട് അങ്ങ് കനം കുറച്ചിട്ട് പരത്തരുത്. ഈ വെളുത്ത എള്ളിന് പകരമായിട്ട് ബ്ലാക്ക് കളറിലുള്ള എള്ള് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗി കുറയുന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇതേപോലെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്യുന്നതും നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒരു ഫ്രൈങ് പാനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയിലിടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുക്കാവില്ല. അതുപോലെ ഇതിങ്ങനെ നന്നായിട്ട് വീർത്തിട്ടൊന്നും കിട്ടില്ല. നല്ലൊരു ഷേപ്പിലും നല്ല ഭംഗിയിലും കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ബണ്ണിലേക്ക് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. നന്നായിട്ട് തന്നെ വരും. നമ്മൾ മറ്റുള്ള സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബണ്ണിലേക്ക് എണ്ണ കുടിക്കില്ല. ഇത് ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ എള്ളൊക്കെ ഇതിൽ ഉള്ളതുകൊണ്ട് ഫ്രൈ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പുറമെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ബണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ബണ്ണ് കുറച്ച് വലുതായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്